പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. BM മീഡിയയിലേക്ക് ഏവർക്കും സ്വാഗതം. യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായം അതിൻ്റെ 17-ാം വാക്യത്തിൽ പരിശുദ്ധാത്മാവ് നമ്മൾക്കായി ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. കർത്താവിൻ്റെ നാമം വാഴ്ത്തപ്പെടട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ പരസ്യ ശുശ്രൂഷയുടെ കാലഘട്ടങ്ങളിൽ മരണത്തിൻ്റെ അഗാധ കൂപങ്ങളിലേക്ക് വീണുപോയ തൻ്റെ സ്നേഹിതനായ തനിക്ക് പ്രിയനായ ലാസറിനെ ഉയർപ്പിക്കുന്ന ഒരു സംഭവ കഥയാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം 11-ാം അധ്യായത്തിൽ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയത്. എന്നാൽ നാം കുറിവാക്യമായി വായിക്കപ്പെട്ടിരിക്കുന്ന വേദഭാഗത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം വളരെ പ്രസിദ്ധമാണ്. യേശു അവിടെ എത്തിയപ്പോൾ അവനെ കല്ലറയിൽ വെച്ചിട്ട് 4 ദിവസമായി എന്ന് അറിഞ്ഞു. ദൈവമക്കളെ, അനവധി നാളുകൾ പലതായ വിഷയങ്ങളുടെ മുന്നിൽ നാം ഭാരപ്പെട്ടും കല്ലറയ്ക്ക് സമമായും പല വേദനകൾ അനുഭവിച്ചും നമ്മുടെ ഭവനങ്ങളിലും നാം ആയിരിക്കുന്ന ജോലി മേഖലകളിലും നാം ആയിരിക്കുന്ന ശുശ്രൂഷ മേഖലകളിലും നമ്മുടെ തലമുറകളായിരിക്കുന്ന ഇടങ്ങളിലുമെല്ലാം വളരെ പ്രതിസന്ധികൾ നാം അനുഭവിച്ചും ദുഃഖത്തോടും കൂടി ആയിരിക്കുകയാണ്. അതിന് ആഴ്ചകളുടെയും വർഷങ്ങളുടെയും ദിവസങ്ങളുടെയൊക്കെ പഴക്കമുണ്ടാകാം. എന്നാൽ തനിക്ക് പ്രിയനായിരിക്കുന്ന ലാസർ മരണത്തിലേക്ക് നയിക്കപ്പെടാൻ തക്കവണ്ണം ഒരു ദീനത്തിൽ പിടിക്കപ്പെട്ടു എന്നറിഞ്ഞപ്പോഴും ഈ ദീനം മരണത്തിനായിട്ടല്ല, ദൈവപുത്രൻ മഹത്വപ്പെടേണ്ടതിന് ദൈവത്തിൻ്റെ മഹത്വത്തിനായിട്ട് അത്രേ എന്ന് അരുളി ചെയ്ത യേശു ബെഥാന്യ എന്ന് പറയുന്ന ഗ്രാമത്തിലേക്ക്, ലാസറിൻ്റെ ഗ്രാമത്തിലേക്ക് അടുത്ത് കടന്നു വരുമ്പോൾ അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്ന കാര്യം ശ്രദ്ധേയമാണ്. ലാസർ മരിച്ച് 4 ദിവസം കല്ലറയ്ക്കകത്ത് അവൻ്റെ ശരീരത്തെ അടക്കം ചെയ്തു വെച്ചിരിക്കുകയാണ്. അങ്ങനെയെങ്കിൽ സഹോദരങ്ങളെ, നാളേറെ വൈകിയാലും എത്ര പഴകി വന്നാലും യേശു നിന്നിലേക്കൊന്ന് കടന്നു വരുമ്പോൾ, യേശു നിൻ്റെ ഭവനത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ, യേശു നിൻ്റെ കുടുംബജീവിതത്തിലേക്കൊന്ന് കടന്നു വരുമ്പോൾ, യേശു നിൻ്റെ തലമുറകളിലേക്കൊന്ന് കടന്നു വരുമ്പോൾ, നാളെത്ര പഴകിയ വിഷയമാണേലും മരണത്തെ ജയിച്ച കർത്താവായ യേശു ക്രിസ്തു പറയപ്പെട്ടതുപോലെ തന്നെ ഈ ദിനം മരണത്തിനല്ല, ഈ പ്രതിസന്ധി നിന്നിൽ വന്നത് നിന്നെ തകർത്തു കളയാനല്ല, ഈ ഞെരുക്കം നിൻ്റെ ജീവിതത്തിൽ കൊടുങ്കാറ്റായി ആഞ്ഞടിച്ചത് നിന്നെ ഉടച്ചു കളയാനല്ല, ദൈവത്തിൻ്റെ നാമ മഹത്വത്തിന് ഇടയായി തീരുവാനാ. അങ്ങനെയെങ്കിൽ കല്ലറയ്ക്കകത്ത് ശവമഞ്ചമായി കിടക്കുന്ന ആ ലാസറിനെ യേശു വിളിച്ചു പറയുക, ലാസറേ നീ പുറത്തു വരിക എന്ന് കൽപ്പിച്ചപ്പോൾ മരണത്തെ ജയിച്ച് മരണത്തെ തോൽപ്പിച്ച് ലാസറിനെ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ പുത്രൻ പുറത്തു കൊണ്ടുവരുവാൻ ഇടവന്നുവെങ്കിൽ സഹോദരങ്ങളെ, നിങ്ങളുടെ ജീവിതത്തിലും യേശു കടന്നു വരുമ്പോൾ ചില പുറപ്പാടിൻ്റെ അനുഭവങ്ങൾ താങ്കളുടെ ജീവിതത്തിലും കടന്നു വരുവാൻ, ദൈവം അത് നിവർത്തിച്ചു തരുവാൻ, ദൈവപുത്രനായ ക്രിസ്തു നിങ്ങളിൽ ആ ഡെലിവറൻസ് അയക്കപ്പെടാൻ വിശ്വസ്തനാണ് എന്ന് തിരിച്ചറിയുന്നെങ്കിൽ ആ യേശുവിന് വേണ്ടി താങ്കളുടെ ഹൃദയങ്ങളെ തുറന്നു കൊടുക്കുക, ആ യേശുവിനെ താങ്കളുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുക. നിത്യമായും മരണത്തെ ജയിച്ചവനായ യേശു നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഉയർപ്പ് തരും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആ യേശുവിന് വേണ്ടി സമർപ്പിക്കപ്പെടട്ടെ.